എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ സാമ്പത്തിക ചിന്താഗതിയെ മാറ്റിമറിച്ച റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന വിപ്ലവാത്മകമായ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. 1997 എഴുതപ്പെട്ട ഈ പുസ്തകം കാൽനൂറ്റാണ്ടിപ്പുറം 2026 ജീവിക്കുന്ന നമ്മളോട് സംസാരിക്കുമ്പോഴും അതിന്റെ പ്രസക്തി അണുകിട കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് അത് കൂടുതൽ അനിവാര്യമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ രീതികളെയും പരമ്പരാഗത സാമ്പത്തിക ബോധ്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് കിയോസാക്കി ഈ പുസ്തകം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന് 2 പിതാക്കന്മാരുണ്ടായിരുന്നു. ഒരാൾ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ PhD ഉള്ള, എന്നാൽ സാമ്പത്തികമായി എപ്പോഴും ബുദ്ധിമുട്ടിയിരുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ് പുവർ ഡാഡ്. രണ്ടാമൻ വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും പ്രായോഗിക ബുദ്ധികൊണ്ട് വലിയൊരു വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ പിതാവ് റിച്ച് ഡാഡ്. ഈ 2 വ്യക്തികളുടെയും ചിന്താഗതികളിലെ വ്യത്യാസമാണ് ഈ പുസ്തകത്തിന്റെ കാതൽ. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വളർന്നുവരുന്നത് പുവർ ഡാഡിന്റെ ചിന്താഗതിയിലാണ്: നന്നായി പഠിക്കുക, നല്ലൊരു ജോലി വാങ്ങുക, പണം സമ്പാദിക്കുക. എന്നാൽ റിച്ച് ഡാഡ് പഠിപ്പിച്ചത് മറ്റൊന്നാണ്: പണത്തിനുവേണ്ടി നമ്മൾ ജോലി ചെയ്യുകയല്ല, പണത്തെക്കൊണ്ട് നമുക്കുവേണ്ടി ജോലി ചെയ്യിക്കുകയാണ് വേണ്ടത്. സുഹൃത്തുക്കളെ, ഈയൊരു ചിന്തയ്ക്ക് ഇന്നത്തെ 2026 ലോകത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ മനസ്സിലാകും. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും AI സാങ്കേതികവിദ്യയും ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പരമ്പരാഗതമായ ജോലികൾ പലതും ഇല്ലാതാവുകയും പുതിയ തൊഴിൽ മേഖലകൾ വരികയും ചെയ്യുന്നു. ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈയൊരു സാഹചര്യത്തിൽ കേവലം ഒരു ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയാണ് കിയോസാക്കിയുടെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. 1. അസറ്റുകളും ലയബിലിറ്റികളും. കിയോസാക്കി വളരെ ലളിതമായി പറയുന്നു: നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നതെന്തോ അത് അസറ്റ്, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് കളയുന്നതെന്തോ അത് ലയബിലിറ്റി. ഇന്ന് പലരും ആഡംബര കാറുകളും വലിയ വീടുകളും വായ്പയെടുത്ത് വാങ്ങുന്നത് അത് അസറ്റാണെന്ന് കരുതിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവ നമ്മുടെ പോക്കറ്റിൽ നിന്ന് EMI ആയി പണം ചോർത്തുന്ന ബാധ്യതകളാണ്. ഇന്നത്തെ വിപണിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മ്യൂച്വൽ ഫണ്ടുകൾ, ഓഹരി വിപണി, സ്റ്റോക്ക് മാർക്കറ്റ്, SIP തുടങ്ങിയവയിലൂടെയും ചെറിയ ബിസിനസ് സംരംഭങ്ങളിലൂടെയും നമ്മുടെ പോക്കറ്റിലേക്ക് വരുമാനം തരുന്ന യഥാർത്ഥ അസറ്റുകൾ കെട്ടിപ്പടുക്കാനാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി, സാമ്പത്തിക വിദ്യാഭ്യാസം. നമ്മുടെ സ്കൂളുകളോ കോളേജുകളോ പണം എങ്ങനെ സമ്പാദിക്കണമെന്നോ അതെങ്ങനെ വിനിയോഗിക്കണമെന്നോ പഠിപ്പിക്കുന്നില്ല. അവർ നമ്മളെ നല്ലൊരു തൊഴിലാളിയാകാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സാമ്പത്തിക വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്. നികുതികളെക്കുറിച്ച്, ടാക്സ്, ഇൻവെസ്റ്റ്മെന്റുകളെക്കുറിച്ച്, വിപണിയുടെ ചലനങ്ങളെക്കുറിച്ച് സ്വയം പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. സ്മാർട്ട്ഫോണും ഇന്റർനെറ്റും വിരൽത്തുമ്പിലുള്ള ഈ കാലത്ത് സാമ്പത്തിക വിദ്യാഭ്യാസം നേടുക എന്നത് പണ്ടത്തേക്കാൾ എളുപ്പമാണ്. സംരംഭകത്വ ചിന്താഗതി, എന്റർപ്രണർഷിപ്പ്. ഇന്ന് യുവാക്കൾക്കിടയിൽ സ്റ്റാർട്ടപ്പുകളോടും സ്വന്തം സംരംഭങ്ങളോടുമുള്ള താൽപര്യം കൂടിവരികയാണ്. സുരക്ഷിതമായ ഒരു ജോലി എന്ന ചിന്തയ്ക്കപ്പുറം റിസ്ക് എടുക്കാനും പുതിയ ആശയങ്ങൾ പരീക്ഷിക്കാനും ഇന്നത്തെ തലമുറ തയ്യാറാകുന്നുണ്ട്. പരാജയങ്ങളെ ഭയപ്പെടാതെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ റിച്ച് ഡാഡ് നമ്മെ പഠിപ്പിക്കുന്നു. പരാജയം എന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. പ്രിയപ്പെട്ടവരെ, റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം നമ്മളോട് പറയുന്നത് പണക്കാരനാകാൻ കുറുക്കുവഴികളുണ്ടെന്നല്ല, മറിച്ച് നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തണമെന്നാണ്. കഠിനാധ്വാനം ചെയ്യുന്നതിനൊപ്പം തന്നെ സ്മാർട്ടായി ചിന്തിക്കാനും പണത്തിന്റെ നിയമങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകണം. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക സാമ്പത്തിക വ്യവസ്ഥയിൽ പണത്തിന്റെ പുറകെ ഓടുന്ന അടിമകളാകാതെ സാമ്പത്തിക സ്വാതന്ത്ര്യം, ഫൈനാൻഷ്യൽ ഫ്രീഡം നേടാൻ നമുക്ക് സാധിക്കണം. അതിനായി ഇന്നുമുതൽ തന്നെ ചെറിയ രീതിയിലെങ്കിലും സമ്പാദ്യശീലങ്ങളും ശരിയായ നിക്ഷേപങ്ങളും ആരംഭിക്കാം. റോബർട്ട് കിയോസാക്കിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു: നിങ്ങളുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാലല്ല, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാലാണ്. നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.